ദൈവമേ, അടുത്ത് ഞാനാണല്ലോ. ഈ ഒരു വീഡിയോസിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ഉണ്ട്. ഒരു കമന്റ് ഇതാണ്. ഈ കമന്റ് ഇട്ട പുന്നാരമോനോട് ഇവിടെ ഒരു കാര്യം പറയട്ടെ. അനക്ക് സൃഷ്ടിക്കുന്ന, അനക്ക് ജീവൻ നൽകുന്ന ആ ഒരു സമയം കൊണ്ടുണ്ടല്ലോ, ദൈവത്തിനെ വലിയ നായിനെ പട്ടിനെ എന്തിനെങ്കിലും സൃഷ്ടിച്ച് അവർക്ക് ജീവൻ ഇവിടെ നൽകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഓരോ മനുഷ്യരോടും നന്ദി കാണിച്ച് വാലും മാട്ടിക്കാണ്ട് ഇവിടെ നടക്കിയിരുന്നു, ഭൂമിക്ക് ഭാരമാവാതെ. എടാ ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ട് കമന്റ് ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് പേക്കാണ്ട് അനക്ക് ജന്മം തന്ന എന്റെ ഒരു മാതാവുണ്ടല്ലോ, ആ മാതാവിനോടൊന്ന് പോയിട്ട് ഇവിടെ ചോദിക്കേ, നിങ്ങൾ എന്നെ പ്രസവിക്കുന്ന ഒരു സമയത്ത് എങ്ങനെ ആയിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു വേദന എന്നുള്ളത് ഒന്ന് പെക്കാണ് ഇവിടെ ചോദിക്കേ. ഒരു പെണ്ണ് ഇവിടെ പ്രസവിക്കുന്ന ഒരു സമയത്ത് ആ പെണ്ണ് 27 എല്ല് ഒരുമിച്ച് പൊട്ടുന്ന ഒരു വേദനയാണ് പ്രസവിക്കുന്ന ഏതൊരു സ്ത്രീയും ഇവിടെ അനുഭവിക്കുന്നത്. അത്ര വേദന അനുഭവിച്ചെടുക്ക തന്നെയാണോ അനക്കും എന്റെ മാതാവ് ഇവിടെ ഒരു ജന്മം ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു എല്ല് ഇവിടെ പൊട്ടിയവരെ നമുക്ക് ഇവിടെ സഹിക്കൂല. ആ ഒരു സ്ഥാനത്ത് ആ ഒരു സമയത്ത് 27 എല്ല് ഒരുമിച്ച് പൊട്ടുന്ന ഒരു വേദന അനുഭവിക്കുന്നൊക്കെ പറയുമ്പോൾ, അഥവാ ഏതൊരു മനുഷ്യൻ മരിക്കുകയാണെന്നുണ്ടെങ്കിലും അവസാനത്തിലുണ്ട് ഒരു വേദന കണ്ട് വരാനേ, അതിന് പറയുന്നതാണ് സക്രാത്തിന്റെ വേദന എന്നുള്ളത്. ആ സക്രാത്തിന്റെ വേദന കണ്ട് കഴിഞ്ഞാലേ രണ്ടാമത്തെ വേദന ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇതാ ഇതേമാതിരി പ്രസവിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഓരോ സ്ത്രീകളുമാണ്. പ്രസവേദന ആണുങ്ങൾക്ക് പടച്ചോന് ഇതേവരായിട്ട് ഇവിടെ നൽകിയിട്ടില്ല, നൽകിയിട്ടുള്ളത് സ്ത്രീകൾക്ക് മാത്രമാണ്. അത് കാരണം കൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവരും ഇവിടെ വിളിക്കുന്നത് പോരാളി എന്ന് പറഞ്ഞു കണ്ടേ. ലോകത്ത് വെച്ച് ഏറ്റവും വലിയ അത്ഭുതം ഏതാണ് എന്ന് ചോദിച്ചാലേ പറയാൻ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, ഉമ്മ, അമ്മ. ഇവരനാണ് ഒരു പ്രസവത്തിന് വരെ ഇത്തിരി വില പോലും നൽകാത്ത ലക്ഷണപ്പെട്ട കൈവരികളെ നമ്മുടെ ഭൂമി ലോകത്തുണ്ടല്ലോ എന്ന് നമ്മളോട് അറിയുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഓരോ വ്യക്തികൾ ഇവിടെ ചിന്തിച്ചു പോകും, അവനെ പോലെയുള്ള കൈവരി മക്കളെ ജനിക്കാത്തതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത്. കാരണം ഓൻ ഇന്നിങ്ങനെ ഇവിടെ ഒന്നാണ് കമന്റ് ഇട്ടുകണി എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, അടിവരട്ടിട്ട് പറഞ്ഞുതരാം. ഓൻക്ക് ജന്മം നൽകിയിട്ടുള്ള ഓന്റെ മാതാവിന്റെ വില പോലും എന്താണ് എന്ന് അറിയാത്ത പരട്ട നാറിയാണ് അവന് എന്നുള്ളത് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കിക്കോളി.